Hi children, good morning to all. Welcome back to our science class. How are you? All are fine? Okay, very good. Today we are going to study a new chapter in our science book, chapter 5. Okay, chapter name, Our Universe. Our Universe. Okay, all of you take textbook page number 182. 182. 182. This chapter. Okay, take fast. Our universe. Universe means പ്രപഞ്ചം, നമ്മുടെ പ്രപഞ്ചം. Okay. Okay, all of you look at the textbook, first paragraph. The sun, moon and stars are objects you see in the sky. You see the sun during daytime and the moon and stars on a clear night sky. Apart from these, there are other heavenly bodies called planets. Okay. Sun, moon and stars are objects you see in the sky. നമ്മുടെ ആകാശത്ത് കാണുന്ന 3 ഒബ്ജക്ട്സ് ആണ് സണ്ണും മൂണും സ്റ്റാർസും. ശരിയല്ലേ? സണ്ണിനെ നമ്മൾ ഡേ ടൈമിൽ പകലും മൂണിനെയും സ്റ്റാർസിനെയും നമ്മൾ രാത്രികളിൽ തെളിഞ്ഞ ആകാശത്താണ് കാണുന്നത്. കാർമേഘങ്ങളുള്ള ദിവസമാണെങ്കിൽ നമ്മൾ മൂണിനെയും സ്റ്റാർസിനെയും കാണാറില്ല. ഓക്കെ. അപ്പാർട്ട് ഫ്രം ദീസ് there are other heavenly bodies called planets. അപ്പോൾ ഈ സണ്ണ്, മൂണ്, സ്റ്റാർസ് ഇത് കൂടാതെ പ്ലാനറ്റ്സും ഉണ്ട് അല്ലേ? ഹെവൻലി ബോഡീസാണ് ഇവയൊക്കെ, ജ്യോതിർഗോളങ്ങളാണ്. ഇവയെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ പ്രപഞ്ചം. ശരിയല്ലേ? ഓക്കെ, ദെൻ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്റ്റാർസ്. നക്ഷത്രങ്ങളെ കുറിച്ചിട്ട് പഠിക്കാം. സ്റ്റാർസ് ആർ ഹോട്ട് ഗ്ലോയിങ് ബോൾസ് ഓഫ് ഫയർ. ദേ പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓൾ ദ ടൈം. They are actually very big but appear small because they are very far away from us. The sun is also a star. It appears bigger than the other stars because it is the closest star to the earth. സ്റ്റാർസ് എന്ന് പറയുന്നത് ഹോട്ട് ഗ്ലോയിങ് ബോൾസ് ഓഫ് ഫയറാണ്. കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു തീഗോളമാണ് സ്റ്റാർസ്. ഓക്കെ. ദേ പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓൾ ദ ടൈം. എല്ലാ സമയത്തും രാവും പകലും ഒക്കെ ഈ സ്റ്റാർസ് ചൂടും വെളിച്ചവും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർസ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ ബിഗ്, വെരി ബിഗ് ആണ്. അപ്പിയർ എ സ്മോൾ ബിക്കോസ് ദേ ആർ വെരി ഫാർ അവേ. വളരെ വലിയ ഗോളങ്ങളാണ്, വളരെ വലുതാണ് എന്ത് സ്റ്റാർസ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് മാത്രമേ സ്റ്റാർസിനെ കാണാൻ സാധിക്കാറുള്ളൂ. എന്തുകൊണ്ടാണ്?
യെസ്, സ്റ്റാർസ് നമ്മളിൽ നിന്നും വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്, വളരെ വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ സ്റ്റാർസിനെ വളരെ ചെറുതായിട്ടൊരു പൊട്ട് പോലെ മാത്രമേ കാണാൻ സാധിക്കാറുള്ളൂ. ആക്ച്വലി സ്റ്റാർസ് എന്ന് പറയുന്നത് വളരെ വലിയതാണ്. ഓക്കെ, ദെൻ ദ സൺ ഈസ് ആൾസോ എ സ്റ്റാർ. അപ്പം നമ്മുടെ സൺ എന്ന് പറയുന്ന സൂര്യനും ഒരു നക്ഷത്രമാണ്, കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് സൺ എന്ന് പറയുന്നത്. പക്ഷെ സണ്ണിനെ നമ്മൾക്ക് മറ്റ് സ്റ്റാറുകളെക്കാളും കൂടുതൽ വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാ? യെസ്, സൺ എന്ന് പറയുന്ന സ്റ്റാർ നമ്മുടെ ഭൂമിയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് സ്റ്റാറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സണ്ണ് എന്ന് പറയുന്ന സ്റ്റാർ നമ്മുടെ എർത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു. മറ്റുള്ള സ്റ്റാർസുകൾ ഇതിലേറെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആകാശത്ത് കാണുന്ന മറ്റു സ്റ്റാറുകൾ വളരെ ചെറുതായും എന്നാൽ സണ്ണിനെ അതിലേറെ വലുതായും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, do you see this? Sun is moon. Okay, and so many stars around the moon. Okay, then all of you take next page, planets and moons. നമ്മൾ പ്ലാനറ്റ്സും, വാട്ട്സ് മീൻ ബൈ പ്ലാനറ്റ്സ്? ഗ്രഹങ്ങൾ. എർത്ത് ഈസ് അവർ പ്ലാനറ്റ്. ഓക്കെ, പിന്നെ മൂൺസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്, ഉപഗ്രഹങ്ങളെ കുറിച്ചിട്ട് കേട്ടോ. Planets are heavenly bodies that do not have light of their own. They reflect the light of the sun. There are 8 planets that revolve around the sun in a fixed path called orbit. Most of the planets have moons that revolves around time. The moons also do not have light of their own. They shine because of the light from the sun. Moons are also called satellites. Okay, പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഹെവൻലി ബോഡിയാണ് അല്ലേ, വളരെ വലിയ ജ്യോതിർഗോളമാണ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്, ഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലാനറ്റ്സിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവൊന്നും ഇല്ല. പ്ലാനറ്റ്സിന് ലൈറ്റും ഹീറ്റും നൽകുന്നത് യെസ് സണ്ണാണ്. ഓക്കെ, reflect the light of the sun. Okay, there are 8 planets revolves around the sun in a fixed path called orbit. ഈ സണ്ണിനെ ചുറ്റിക്കൊണ്ട്, സണ്ണിനെ വലം വെച്ചുകൊണ്ട് 8 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. സണ്ണിന് ചുറ്റും കറങ്ങുന്ന 8 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. അതിൽ മൂന്നാമത്തെ പ്ലാനറ്റാണ് third planet. Which planet? Yes, our Earth. Do you understand? Okay, അപ്പോൾ ഈ okay, all of you look at this picture. Okay, this is sun ആണ് സെൻറ്ററിലുള്ളത് അല്ലേ. സണ്ണിനെ വട്ടത്തിൽ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന 8 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. Okay, then first planet nearest to the sun, Mercury. Then second planet, Venus. Third planet, our Earth. Fourth planet, Mars. Then fifth planet, Jupiter. Then sixth planet, Saturn. Then seventh planet, Uranus, and last planet Neptune. Total 8 planets.
Okay, all of you look at the picture very carefully. ഈ 8 പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓരോ പ്ലാനറ്റിനും കറങ്ങാനുള്ള ഓരോ പാത്ത് കണ്ടോ, വഴി കണ്ടില്ലേ? ഈ വഴികളെയാണെന്ന് പറയുന്നത് ഓർബിറ്റ്, ഭ്രമണപഥം. ഓക്കെ. മോസ്റ്റ് ഓഫ് ദി പ്ലാനറ്റ്സ് ഹാവ് മൂൺസ് ദാറ്റ് റിവോൾവ്സ് അറൗണ്ട് ദം. ഈ 8 പ്ലാനറ്റ്സിൽ മിക്ക പ്ലാനറ്റ്സിനും ഒന്നോ ഒന്നിൽ കൂടുതലോ മൂൺസ് ഉണ്ട്. ഒന്നോ ഒന്നിൽ കൂടുതലോ, വൺ ഓർ മോർ മൂൺസ്. ഓരോ പ്ലാനറ്റിനെയും കറങ്ങിക്കൊണ്ടിരിക്കുന്ന മൂൺസ് ഉണ്ട്. ഓക്കെ. ദ മൂൺസ് ആൾസോ ഡു നോട്ട് ഹാവ് ലൈറ്റ് ഓഫ് ദെയർ ഓൺ. എന്നാൽ ഈ മൂണിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവൊന്നും ഇല്ല. ഈ മൂണിന് പ്രകാശം നൽകുന്നത് ആര് തന്നെയാണ്? സണ്ണ് തന്നെയാണ്. ഓക്കെ. ദേ ഷൈൻ ബിക്കോസ് ഓഫ് ദ ലൈറ്റ് ഫ്രം ദ സൺ. മൂൺസ് ആൾസോ ആർ കോൾഡ് സാറ്റലൈറ്റ്സ്. ഓക്കെ. മൂണിനെ പറയുന്ന മറ്റൊരു പേരാണ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റ്സ് മീൻസ് ഉപഗ്രഹം. ഓക്കെ. അപ്പം നമ്മുടെ എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് അവർ മൂൺ. എർത്തിന് ഓൺലി വൺ നാച്ചുറൽ സാറ്റലൈറ്റ് ആണുള്ളത്. അതാണ് നമ്മുടെ മൂണ്, ചന്ദ്രന്. ഇതുപോലെ ഒന്നോ അതിൽ കൂടുതലോ മൂൺസുള്ള പ്ലാനറ്റ്സും ഉണ്ട്. ഓക്കെ. ഇനി ഈ സാറ്റലൈറ്റ്സ് മനുഷ്യർ നിർമ്മിച്ച് അയക്കുന്ന സാറ്റലൈറ്റ്സ് ഉണ്ട്, നാച്ചുറലായിട്ടുള്ള സാറ്റലൈറ്റ്സ് ഉണ്ട്. നാച്ചുറലായിട്ടുള്ള സാറ്റലൈറ്റ്സ് ആണ് മൂണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ദെൻ ദ സോളാർ സിസ്റ്റം. The sun, the 8 planets and their moons from the solar system. The 8 planets in the order of their increasing distance from the sun are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. ഓക്കെ. സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 8 പ്ലാനറ്റ്സും അതിൻ്റെ മൂൺസും അടങ്ങിയതാണ് സോളാർ സിസ്റ്റം. ഓക്കെ. സണ്ണിൽ നിന്നും ഉള്ള ഡിഫറൻസ് അനുസരിച്ച് 8 പ്ലാനറ്റ്സിനെ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാം. ദ ഫസ്റ്റ് പ്ലാനറ്റ് മെർക്കുറി, then second planet Venus, then third planet Earth, fourth planet Mars, and next planet Jupiter, next planet Uranus, next planet Saturn, Uranus, last planet Neptune. Nearest planet the sun, Mercury. Farthest planet Neptune. Third planet our Earth. Do you understand? Okay, all of you look at the picture. The sun, the first planet and nearest planet of the sun Mercury, the next planet Venus, the third planet our Earth, fourth planet Mars, fifth planet Jupiter, sixth planet Saturn, seventh planet Uranus, and last planets or farthest planets Neptune. Okay. Then all of you look at the no more. The order of the planets can be remembered easily by remembering the sentence, my very
educated mother just served us noodles. The first letter of each word starts for a planet. Okay. നമുക്ക് ഈ 8 പ്ലാനറ്റ്സിൻ്റെ പേരും ഓർഡറിൽ പഠിക്കാനുള്ളൊരു എളുപ്പ മാർഗമാണ് ഒരു വേർഡ് സെൻറ്റൻസ്. എന്താണത്? മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നൂഡിൽസ്. ആ സെൻറ്റൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 8 പ്ലാനറ്റ്സിൻ്റെ പേരും ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നൂഡിൽസ്. ഓക്കെ. എല്ലാ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഒരു പ്ലാനറ്റിൻ്റെ നെയിമായി. ഓക്കെ. മൈ ഫസ്റ്റ് ലെറ്റർ എം. എം മെർക്കുറി. വെരി ഫസ്റ്റ് ലെറ്റർ വി. പ്ലാനറ്റ് വീനസ്. എഡ്യൂക്കേറ്റഡ് ഫസ്റ്റ് ലെറ്റർ ഇ എർത്ത്. മദർ ഫസ്റ്റ് ലെറ്റർ എം മാർസ്. ജസ്റ്റ് ഫസ്റ്റ് ലെറ്റർ ജെ ജൂപ്പിറ്റർ. സേവ്ഡ് ഫസ്റ്റ് ലെറ്റർ എസ് സാറ്റേൺ. Us first letter U Uranus. Noodles first letter N Neptune. Do you understand? Okay. Then all of you take next page number 184. 184. This page. Okay. പ്ലാനറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ഓരോ പ്ലാനറ്റ്സിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ലിസൺ വെരി കെയർഫുള്ളി. ഫസ്റ്റ് പ്ലാനറ്റ് മെർക്കുറി. മെർക്കുറി ഈസ് വെരി ഹോട്ട് ഡ്യൂറിങ് ദ ഡേ ആൻഡ് വെരി കോൾഡ് അറ്റ് നൈറ്റ്. സൂര്യൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റാണ് മെർക്കുറി. അതുകൊണ്ട് തന്നെ ചൂട് പകൽ സമയത്ത് കൂടുതലായിരിക്കും മെർക്കുറിക്ക്. ഓക്കെ. അതുപോലെ തന്നെ രാത്രി തണുപ്പും കൂടുതലായിരിക്കും. അതാണ് മെർക്കുറി എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ പ്രത്യേകത. ഡേ ടൈമിൽ ഹോട്ട് മോർ ദാൻ അല്ലേ, ദെൻ നൈറ്റ് ടൈമിൽ കോൾഡും ആയിരിക്കും. പകൽ സമയത്ത് നല്ല ചൂടും രാത്രി സമയത്ത് നല്ല തണുപ്പുമായിരിക്കും മെർക്കുറിയിൽ. ഓക്കെ. നെക്സ്റ്റ് പ്ലാനറ്റ് വീനസ്. വീനസ് ഈസ് ദ ബ്രൈറ്റസ്റ്റ് ആൻഡ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ദ മോർണിംഗ് സ്റ്റാർ ഓർ ഈവനിങ് സ്റ്റാർ ആസ് ഇറ്റ് അപ്പിയേഴ്സ് അറ്റ് ഡോൺ ആൻഡ് ഡസ്ക്. ഓക്കെ. വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ്സ് വളരെ തിളക്കമുള്ള പ്ലാനറ്റാണ്. അതുപോലെ തന്നെ 8 പ്ലാനറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലാനറ്റ് വീനസാണ്. അതിൻ്റെ കാരണം അപ്പം നിങ്ങൾ ചിന്തിക്കും, സണ്ണിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റ് മെർക്കുറി ആണല്ലോ, അപ്പം മെർക്കുറിക്കല്ലേ ഹോട്ട് കൂടുതലായി വരേണ്ടത്, വീനസിനല്ലല്ലോ എന്ന്. പക്ഷെ വീനസിലുള്ള ചില ഗ്യാസസിൻ്റെ പ്രത്യേകത കൊണ്ട് വീനസിന് തിളക്കവും ചൂടും കൂടുതലാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? അതുപോലെ ഈ വീനസിനെ മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും വിളിക്കാറുണ്ട്. കാരണം ഈ വീനസിനെ പുലർച്ചെ സമയത്തും അതുപോലെ സന്ധ്യാസമയത്തും കാണാൻ സാധിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? Okay, next one, our Earth. Life is known to exist only on the planet Earth because of air, water and the right temperature. The moon is the natural satellite of the Earth. 8 പ്ലാനറ്റ്സിലും വെച്ച് നോക്കുമ്പോൾ
ജീവൻ നിലനിൽക്കുന്ന ഏക പ്ലാനറ്റാണ് നമ്മുടെ എർത്ത്. എർത്തിലുള്ള വാട്ടറും എയറും അതുപോലെ റൈറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറുമാണ് ഇവിടെ ജീവൻ നിലനിൽക്കാൻ കാരണം. ഇനി എർത്തിൻ്റെ സാറ്റലൈറ്റാണ് മൂൺ, ഉപഗ്രഹം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ മാർസ്. മാർസ് ഈസ് ആൾസോ കാൾഡ് ദ റെഡ് പ്ലാനറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. മാർസിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന പേരിലാണ്, ചുവന്ന ഗ്രഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം മാർസ് കാണപ്പെടുന്നത് റെഡ് കളറിലാണ്. ഓക്കെ, മാർസിലുള്ള ഗ്യാസസ് മാർസിന് റെഡ് കളറാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ജൂപ്പിറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റാണ് ജൂപ്പിറ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ സാറ്റേൺ. സാറ്റേൺ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ആൻഡ് ഹാസ് റിങ്സ് അറൗണ്ട് ഇറ്റ്. രണ്ടാമത്തെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണ്, പ്ലാനറ്റുകളുടെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണ് സാറ്റേണിനുള്ളത്. അതുകൂടാതെ സാറ്റേണിൻ്റെ മുകളിൽ ഒരു റിങ്സ് ഉണ്ട്, ഒരു വളയം ഉണ്ട്. അതാണ് സാറ്റേണിൻ്റെ പ്രത്യേകത. ദെൻ യുറാനസ്. ഇറ്റ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൽ മൂന്നാമത്തെ വലിയ പ്ലാനറ്റാണ് യുറാനസ് എന്ന് പറയുന്നത്. ദെൻ നെപ്റ്റ്യൂൺ. ഇറ്റ് ഈസ് ദ ഫർദസ്റ്റ് പ്ലാനറ്റ് ആൻഡ് അപ്പിയേഴ്സ് ബ്ലൂയിഷ് ഇൻ കളർ. അപ്പം നെപ്റ്റ്യൂണാണ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും പുറത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ കിടക്കുന്ന പ്ലാനറ്റാണ് നെപ്റ്റ്യൂൺ. ഈ നെപ്റ്റ്യൂണിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ബ്ലൂ കളറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ബ്ലൂയിഷ് കളർ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ദെൻ look at the no more. Till 2006, Pluto was considered the ninth planet of the solar system. But in International Astronomic Unit refined the word planet, as a result of which Pluto is now considered a dwarf planet. 2006 വരെ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹം കൂടെ നമുക്കുണ്ടായിരുന്നു. അതായത് ടോട്ടൽ 9 പ്ലാനറ്റ്സ് എന്നായിരുന്നു 2006 6006 വരെ പഠിച്ചിരുന്നത്. ഇപ്പോൾ മിസ്സൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് 9 പ്ലാനറ്റ്സ് ഉണ്ട്. 9 പ്ലാനറ്റ്സിൻ്റെ പേര് പഠിച്ചിരുന്നു. അതിൽ ലാസ്റ്റ് പ്ലാനറ്റായിരുന്നു പ്ലൂട്ടോ. എന്നാൽ 2006 ആയപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി പ്ലൂട്ടോ ഒരു പ്ലാനറ്റല്ല, ഒരു ഡ്വാർഫ് പ്ലാനറ്റ്, ഒരു കുള്ളൻ ഗ്രഹമാണ്. ഒരു പ്ലാനറ്റിനുണ്ടായിരിക്കേണ്ട എല്ലാ യോഗ്യതയും ഈ പ്ലൂട്ടോയ്ക്കില്ല എന്ന് ശാസ്ത്രലോകം കണ്ടെത്തുകയും പ്ലൂട്ടോയെ പ്ലാനറ്റ്സിൻ്റെ പട്ടികയിൽ നിന്നും പുറത്താക്കി. പ്ലൂട്ടോ ഒരു കുള്ളൻ ഗ്രഹം മാത്രമായി മാറി. ഓക്കെ, okay, all of you take page number 182 once again. Chapter 5, our universe. Let us begin. Fill in the blanks. Do you see? Okay. The dash and the 8 dash and their moons from the dash. What do you write there? The dash and the 8 dash. The first dash okay. The first dash you write sun. S-U-N, sun. Okay. The sun, the 8, yes, planets. Then you write the planets. P-L-A-N-E-T-S. P-L-A-N-E-T-S, planets. Okay, then read once again. The sun,
the 8 planets and their moons from the yes, solar system. Then you write the solar system. Solar, S-O-L-A-R, solar system, S-Y-S-T-E-M, system. Okay. The sun, the 8 planets and their moons from the solar system. Okay. Then second one, day and night is caused by the dash of the earth. Okay, all of you write the rotation. Rotation, R-O-T-A-T-I-O-N. R-O-T-A-T-I-O-N, rotation. Okay. Day and night is caused by the rotation of the earth. Okay, next one. Seasons are caused by the dash of the earth. Seasons are caused by the dash of the earth. Yes, revolution. Revolution. Spelling R-E-V-O-L-U-T-I-O-N, revolution. Seasons are caused by the revolution of the earth. Okay, once again, the sun, the 8 planets and their moons from the solar system. Day and night is caused by the rotation of the earth. The next one, seasons are caused by the revolution of the earth. Okay. Then all of you look at the first paragraph. The sun, moon and stars are objects you see in the sky. You see the sun during daytime and the moon and stars on a clear night sky. Apart from these, there are other heavenly bodies called planets. This one, stars. Stars are hot glowing balls of fire. They produce heat and light all the time. They are actually very big but appear small because of they are very far away from us. The sun is also a star. It appears bigger than the other stars because it is the closest star to the earth. The next page, planets and moons. Planets are heavenly bodies that do not have light of their own. They reflect the light of the sun. There are 8 planets that revolve around the sun in a fixed path called orbit. Most of the planets have moons that revolve around them. The moon also do not have yet light of their own. They shine because of the light from the sun. Moons are also called satellites. The next paragraph, next heading, the solar system. The sun, the 8 planets and their moons from the solar system. The 8 planets in the order of their increasing distance from the sun are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. Take next page. Planets, interesting facts.
First one, Mercury. It is very hot during the day and very cold at night. Then Venus. It is the brightest and the hottest planet. It is also called the morning star or evening stars as it appears at dawn and dusk. Next one, Earth. Life is known to exist only on the planet Earth because of air, water, and the right temperature. The moon is the natural satellite of the Earth. Then Mars. It is also called the red planet because it is red in color. Next one, Jupiter. It is the largest planet in the solar system. Next one, Saturn. It is the second largest planet and has rings around it. Next one, Uranus. It is the third largest planet of the solar system. The last one, Neptune. It is the farthest planet and appears bluish in color. Okay, all of you read this chapter very well. Okay, then all of you look at the board. This is your dictation words in this chapter. Then first word, Mercury, then Venus, Earth, Mars, Jupiter, Saturn, Uranus, Neptune. Once again, Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, Neptune. Okay, each words you write five times in your notebook. Okay, children, today's class is over. Okay, we will meet our next class.